ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. പോകുന്ന വഴി പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ടൗണിൽ താമസിക്കുന്ന എനിക്ക് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഇങ്ങനെ കുന്നും മലയും വൃക്ഷങ്ങളും ടീ ഗാർഡനൊക്കെ കാണുന്ന ഭയങ്കര സന്തോഷമാണ്. ഞാൻ അപ്പോൾ തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടേ പോകത്തുള്ളൂ. എവിടെ പോയാലും വീഡിയോസ് മസ്റ്റായിട്ട് എടുക്കുകയെ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പരുന്തുംപാറയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ പോകുന്നതൊരു ഈവനിങ് ടൈമിലാണ്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പോകുന്നത്. അപ്പം തന്നെ വെട്ടം മങ്ങി തുടങ്ങിയേ. നമ്മളെവിടെ പോയാലും അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന കാര്യങ്ങൾ നടക്കാറില്ല. നല്ല നല്ല വീഡിയോസ് എടുക്കണമെന്ന് മനസ്സിൽ കരുതി പോകും. പക്ഷേ നമ്മൾ എവിടെ ചെന്നാലും സന്ധ്യസമയവും ലൈറ്റും വെട്ടവും കിട്ടാറില്ല. അതിപ്പോൾ ഒരു സ്ഥിരം കാര്യമായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ എത്ര വെയിലത്ത് പോയാലും അടിപൊളിയാണ്. എത്ര വെയിൽ കൊണ്ടാലും നമുക്ക് ആ വെയിലിൻ്റെ ഒരു ക്ഷീണം അനുഭവപ്പെടത്തില്ലേ. അപ്പടി കാറ്റാണ്, ഭയങ്കര കാറ്റും നല്ല വ്യൂ ആണ്. എപ്പോൾ പോയാലും നമുക്ക് ബോറടിക്കത്തില്ലേ. നല്ല രസമുള്ള കാഴ്ചകളാണ്. നിങ്ങൾ കാണുന്നില്ലേ, നല്ല കുന്നും മലകളും ഒക്കെ ആയിട്ട്. ഈവനിങ് സമയത്തൊക്കെ ഇരിക്കാനും നല്ല ഫാമിലി ആയിട്ടൊക്കെ പോയി ഒരു വൺ ഡേ ട്രിപ്പ് പോയി വരാൻ പറ്റിയ ഞങ്ങളുടെ കോട്ടയത്തു നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കോട്ടയത്ത് നിന്ന് ഏതാണ്ട് 2.5-3 മണിക്കൂർ എങ്ങാണ്ട് ട്രാവൽ ചെയ്യാനുള്ള ദൂരമേ ഉള്ളൂ പരുന്തുംപാറയിലേക്ക്. എനിക്ക് ഇവിടുത്തെ വ്യൂ ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ട. അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഈ ചുട്ടുപൊള്ളുന്ന സ്ഥലത്തുനിന്ന് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ അതിലെ കൂടെ നടന്നു പോകാൻ കൈവരിയൊക്കെ കിട്ടിയിട്ടുള്ള പിള്ളേർക്കൊക്കെ സേഫായിട്ട് നടന്നു പോകാവേ. പിന്നെ ഞാൻ ചെന്ന സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഹോം സ്റ്റേ ആണ്. നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. അവിടെയൊക്കെ പോയി താമസിക്കാനും നല്ല. അപ്പം നമുക്കവിടെ സ്റ്റേ ചെയ്യുന്നില്ല, നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോലെ പോയതാണ്. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു തണുപ്പും ഒരു കാറ്റും വ്യൂ എല്ലാം കണ്ടിട്ട് സത്യത്തിൽ അവിടെ നിന്ന് എനിക്ക് വരാനേ തോന്നിയില്ല. അവിടെ തന്നെ ഇരുന്നാലോ എന്ന് തന്നെ ആലോചിച്ചേ. പിന്നെ നമുക്ക് വീഡിയോസ് ഒരുപാട് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, പോയ സമയത്ത് സന്ധ്യ സമയമല്ല, 5 മണി കഴിഞ്ഞ ഒരു സമയത്ത് ചെന്നുകൊണ്ട് വെട്ടം മങ്ങി തുടങ്ങി. അപ്പം നമുക്കുള്ള ക്ലാരിറ്റിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പോകാത്ത ആൾക്കാരുണ്ട്, ഒരിക്കലെങ്കിലും പോകണം. ഇവിടെ മിക്കവരും പോയിട്ടുള്ളതായിരിക്കും. വൺ ഡേ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയൊരു പ്ലേസാണ്. കോട്ടയത്തും ഇടുക്കിയിൽ നിന്നൊക്കെ പോകാൻ എളുപ്പമാണ്. എന്തുകൊണ്ട് നല്ല മനോഹരമായ, ഏത് വെയിലത്ത് പോയിരുന്നാലും മടുക്കാത്ത ഒരു സ്ഥലമെന്ന് വേണേൽ വിശേഷിപ്പിക്കാം ഈ പരുന്തുംപാറ. അത്രയ്ക്കും രസമാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്